Welcome to BSc Main Physics. Semester 6, class number 23, Electron Capture. This is paper 2, Nuclear and Particle Physics. Semester 6, class number 23, paper 2, Nuclear and Particle Physics, Electron Capture, BSc Main Physics. So today we discuss some short answer questions, and the first short answer question is electron capture. In beta decay, there is a phenomenon called electron capture, or we can call specifically as a K electron capture. Like a beta emission or a positron emission, in beta decay, there is another phenomenon called electron capture. What is it? In an excited nucleus, there is a possibility of proton turning into a neutron by absorbing an electron instead of emitting a positron. അപ്പോൾ ചില എക്സൈറ്റഡ് ന്യൂക്ലിയസിൽ പ്രോട്ടോണിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. പ്രോട്ടോണിന് അത് ന്യൂട്രോണായിട്ട് മാറുന്നൊരു പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെ? ബൈ അബ്സോർബിങ് ആൻ ഇലക്ട്രോൺ. അതായത് ഈ പ്രോട്ടോണിന് ന്യൂട്രോണായിട്ട് മാറാനായിട്ട് ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്താലും മതി. പ്രോട്ടോണിന് ന്യൂട്രോണായിട്ട് മാറാനായിട്ട് ന്യൂക്ലിയസിൽ ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്താലും മതി. പക്ഷെ അതിന് പകരം ചിലപ്പോൾ ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്തിട്ട് അത് ന്യൂട്രോണായിട്ട് മാറും. പ്രോട്ടോൺ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്തിട്ട് ന്യൂട്രോണായിട്ട് മാറും. അതിനാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് an orbital electron of the parent nuclei usually you corrected it, you read it, usually an electron in the K shell interacts with the proton in the nucleus. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ K ഇലക്ട്രോൺ ക്യാപ്ചർ. അത് പോസിട്രോൺ എമിഷൻ്റെ സമാനമായിട്ട് വരും. പക്ഷേ പോസിട്രോൺ എമിറ്റ് ചെയ്യുകയല്ല, മറിച്ച് ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുകയാണ്. In an excited nucleus, there is a possibility of a proton turning into a neutron by absorbing an electron instead of emitting a positron. പോസിട്രോൺ എമിറ്റ് ചെയ്തിട്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ആകാം. പകരം ഈ പ്രോട്ടോൺ ഇലക്ട്രോണെ ക്യാപ്ചർ ചെയ്തിട്ട് ന്യൂട്രോണായിട്ട് മാറും. ഇൻ ദിസ് കേസ് an orbital electron of the parent nucleus, usually an electron in the K shell, interacts with the proton in the nucleus. അപ്പോൾ ന്യൂക്ലിയസിലെ പ്രോട്ടോണുമായിട്ട് ഒരു K shell ഇലക്ട്രോൺ, K ഇലക്ട്രോൺ ഇൻട്രാക്ട് ചെയ്യും. ദിസ് കൺവേർട്സ് പ്രോട്ടോൺ ഇൻറ്റു ന്യൂട്രോൺ. ഇത് പ്രോട്ടോൺ ന്യൂട്രോണായിട്ട് മാറും. ദാറ്റ് ഈസ് K ഇലക്ട്രോൺ ഫാൾസ് ഇൻ ദ ന്യൂക്ലിയസ്. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ക്യാപ്ചർ. അപ്പോൾ K ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് ഫാൾ ചെയ്യും, പ്രോട്ടോൺ അതിനെ അബ്സോർബ് ചെയ്യും, ന്യൂട്രോണായിട്ട് മാറും. അത് ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയും. അതൊരു ബേസിക് ഇക്വേഷൻ കൊടുക്കാവുന്നതാണ്. ദ ബേസിക് ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ ക്യാപ്ചർ ഈസ് Zx പ്ലസ് -1 is 0. -1 is 0 is electron. Zx is plus -1 is 0 is equal to Z minus 1 Ya, new element, Z minus 1 a new element, plus neutrino, ഒരു ന്യൂട്രിനോയും പ്രൊഡ്യൂസ് ചെയ്യും. The daughter nucleus, that is Z minus 1 Y. The daughter nucleus is seen to be same as that which would have been produced if positron had been emitted. അപ്പോൾ പോസിട്രോൺ എമിഷനിൽ ഉണ്ടാകുന്ന അതേ ഡോട്ടർ ന്യൂക്ലിയസ് തന്നെയാണ് ഇലക്ട്രോൺ ക്യാപ്ചറിൽ ഉണ്ടാകുന്നത്. ഒരു പോസിട്രോൺ എമിഷൻ സംഭവിക്കുമ്പോൾ ഏത് ഡോട്ടർ ന്യൂക്ലിയാണ് ഉണ്ടാകുന്നത്, അതേ ന്യൂക്ലിയസ് തന്നെയാണ് ഇലക്ട്രോൺ ക്യാപ്ചറിലും സംഭവിക്കുന്നത്. അത് രണ്ടും ഇവിടെ നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്, ആ ഇക്വേഷനിൽ കാണിച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ പോസിട്രോൺ എമിഷൻ ആൻഡ് ഇലക്ട്രോൺ ക്യാപ്ചർ ആർ ഗിവൺ ബിലോ. അപ്പോൾ പോസിട്രോൺ എമിഷൻ്റെയും ഇലക്ട്രോൺ ക്യാപ്ചറിൻ്റെയും എക്സാമ്പിൾ നമ്മൾ താഴെ ഇങ്ങനെ കൊടുത്തിരുന്ന ഇക്വേഷനകത്തുണ്ട്. 30 അത് സിങ്കാണ്. ദാറ്റ് വിൽ emit a positron. 1 is 0. 1 is 0 is plus 1 is 0. That is a positron.
and the daughter is 29Ca63. As an alternative process, 30 ethylene zinc 63 will absorb an electron. -1 E0 is an electron. -1 E0 is an electron. And convert into 29Ca63. So look here, in both cases, that is in positron emission and also in electron capture, the daughter nucleus is 29Cu63 itself. The three modes of beta radioactivity, BTA. The three modes of beta radioactivity can be shown by the following equations. അപ്പോൾ 3 തരത്തിൽ റേഡിയോആക്ടിവിറ്റി ഉണ്ട്. അത് നമുക്ക് താഴെ പറയുന്ന രീതിയിൽ കാണിക്കാവുന്നതാണ്. ഒന്ന് ബീറ്റ ഇലക്ട്രോൺ എമിഷൻ തന്നെ, രണ്ടാമത്തത് പോസിട്രോൺ എമിഷൻ, മൂന്നാമത്തത് ഇലക്ട്രോൺ ക്യാപ്ചർ. ഇപ്പോൾ ബീറ്റ എമിഷന് 3 പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ, അല്ല 3 തരമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഒന്ന് ഇലക്ട്രോൺ എമിഷൻ. ഇലക്ട്രോൺ എമിഷനെ നമുക്ക് ബീറ്റ എമിഷൻ. ഇലക്ട്രോൺ നമുക്ക് നെഗട്രോൺ എന്ന് പറയാം. നെഗട്രോൺ. പോസിറ്റീവ് ഇലക്ട്രോണിനെ പോസിട്രോൺ എന്ന് പറയാമെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോണിനെ നെഗട്രോൺ എന്ന് പറയാം. അതാണ് ആക്ച്വലി ബീറ്റ എമിഷൻ. ദാറ്റ് ഈസ് 0n1 gives 1b1 proton plus beta -1 is 0. That is beta emission, actual beta emission, or we call it as negatron emission. Negatron means electron. 1b1 proton becomes a neutron by positron emission. So that we call it as positron emission. +1 is 0 is positron. And next is the electron capture that we have seen just now. 1b1 plus electron, it is captured, gives neutron, that is electron capture. So in beta decay, in beta radioactivity, there are 3 possible phenomena. The most common is the top one, negatron emission, and others are also possible. They are positron emission and electron capture. അപ്പോൾ ബീറ്റ റേഡിയോആക്ടിവിറ്റിയിൽ 3 ഫിനോമിന നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഒന്ന് ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ, അതിനെ നെഗട്രോൺ എമിഷൻ എന്ന് പറയും. രണ്ടാമത്തത് പോസിട്രോൺ എമിഷൻ. മൂന്നാമത്തെ ഇലക്ട്രോൺ ക്യാപ്ചർ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. വാട്ട്സ് ഇലക്ട്രോൺ ക്യാപ്ചർ? ഗിവ് എക്സാമ്പിൾ, ഗിവ് 3 മോഡ്സ്. ആ മോഡിൽ കാണുന്ന 3 മോഡുകൾ. Give the 3 modes of beta radioactivity. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്, ഈ ഇലക്ട്രോണിക് ക്യാപ്ചറിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കുക, ഇലക്ട്രോണിക് ക്യാപ്ചറിൻ്റെ പ്രോബ്ലം. Look here, 19 potassium 40 K40 decays into 18 argon 40 by electron capture. Calculate the kinetic energy of the neutrino assuming that the initial Ke of the electron and the recoil energy of the nucleus are 0. അല്ല, ഫോട്ടോകോപ്പിയിൽ അല്പം വായിക്കാൻ പ്രയാസമാണ്, ഞാനത് വായിച്ച് കേൾപ്പിക്കാം ഒന്നുകൂടി. 90 K40 decays into 18 argon ആണെന്ന് തോന്നുന്നു. argon 40 by electronic capture. Calculate the kinetic energy of the neutrino assuming that the initial Ke of the electron and the recoil energy of the nucleus are 0. Mass of 40K 19 K40 is equal to 39.863499. അത് കൃത്യമായ വാല്യൂ താഴെയുണ്ട്, നമുക്ക് അവിടെ നോക്കാം. മാസ് ഓഫ് ആർഗൺ ആ 39.96 സംതിങ്, അത് ആ കൃത്യമായ വാല്യൂ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ക്യാപ്ചറിൻ്റെ ഇപ്പോൾ ഇവിടെ ആ വാല്യൂ വായിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ വായിക്കാം, അങ്ങനെ ആ മോളിൽ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് പ്രോബ്ലം. നോക്കിക്കേ, പ്രോബ്ലം P plus
electron capture ആണ്. P plus electron capture gives neutron plus neutrino. For electron capture, the equation is here. It is 90K40 plus electron gives 18 argon 40 plus nu. ഇതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ്റെ ക്യൂ വാല്യൂ? എന്താണ് റിയാക്ഷൻ്റെ ക്യൂ വാല്യൂ കാണാനായിട്ട് ആ ഇലക്ട്രോൺ LHS ഉണ്ടല്ലോ. അപ്പോൾ റിയാക്ഷൻ്റെ ക്യൂ വാല്യൂ കാണാം. ഇപ്പോൾ ഇലക്ട്രോണിക് ക്യാപ്ചറിലും അതുപോലെ ബീറ്റ എമിഷനിലും നമ്മൾ ക്യൂ വാല്യൂ കാണാനായിട്ട് ഈ രണ്ട് ന്യൂക്ലിയസിൻ്റെ മാസ് ഡിഫറൻസ് കണ്ടാൽ മതി. ബീറ്റ എമിഷനിലും ഇലക്ട്രോണിക് ക്യാപ്ചറിലും നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ, ക്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ, ഈ റിയാക്ഷൻ്റെ ക്യൂ വാല്യൂ ഉണ്ട്. ആ ക്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ മാസ് ഡിഫറൻസ്, ന്യൂക്ലിയസിൻ്റെ മാസ് ഡിഫറൻസ് എടുത്താൽ മതി. ന്യൂട്രോണിക്ക് മാസ് ഇല്ല. ഞാൻ പറഞ്ഞ ശരിക്കും കേൾക്കണം. ഇലക്ട്രോണിക് ക്യാപ്ചറിലും ആക്ച്വൽ ബീറ്റ എമിഷനിലും ക്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ രണ്ട് തന്നിരിക്കുന്ന പേരൻ്റ് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് ഡിഫറൻസ് എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? Q is equal to M of 40K minus M of 40 argon. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ മാസം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ മാസമാണ് മുകളിൽ ആ തെളിയാത്ത ഭാഗത്ത് നിങ്ങൾ കറക്റ്റ് ചേർക്കേണ്ടത്. 39.963999 minus 39.962384. On subtraction we get 0.001615U. The corresponding energy is 0.001615 into 931 MeV. U is converted into MeV, that is 1.504 MeV. Then there is an argument. Therefore, the kinetic energy of neutrino is 1.504 MeV. അപ്പോൾ ന്യൂട്രോണിക്ക് അപ്പോൾ എനർജി ഉണ്ടാകും, അത് കെ ആയിട്ട് ഇവിടെ കിട്ടും, ഈ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കെ എടുക്കാൻ കാരണം എന്താണ്? ന്യൂട്രോണിക്കാണ് കെ എന്ന് പറയാൻ കാര്യം എന്താണ്? അല്ല, കാരണം ഇറ്റ് ഈസ് ഗിവൺ ദ ഇനിഷ്യൽ കെ ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിക്കോയിൽ എനർജി ഓഫ് ന്യൂക്ലിയസ് ആൻഡ് 0. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇനിഷ്യൽ കെയും പിന്നെ ന്യൂക്ലിയസിൻ്റെ റിക്കോയിൽ എനർജി 0 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ എനർജിയും ന്യൂട്രിനോടെ കൂടെ വരും. ആ എനർജിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഉത്തരം 1.504 MeV ആണ്. ഇതാണ് ഇലക്ട്രോണിക് ക്യാപ്സിൻ്റെ പ്രോബ്ലം. ഇത് നമുക്ക് ഒരു പോസിട്രോൺ എമിഷൻ്റെ പ്രോബ്ലം ചെയ്താൽ ഇക്വേഷൻ എന്ത് മാറ്റണം നോക്കാം. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞു ബീറ്റ എമിഷനും ഇലക്ട്രോണിക് ക്യാപ്ചറിലും ക്യൂ വാല്യൂ കാണാൻ ഒരേ ഫോർമുലയാണ്. എന്നാൽ പോസിട്രോൺ എമിഷൻ ആണെങ്കിൽ ആ ഫോർമുലയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ട്. അത് നോക്കുക. ഇത് ഐസോട്ടോപ്പ് N12, ഇപ്പോൾ 712 നൈട്രജനാണ്. ബീറ്റ ഡിക്കേസ് പോസിട്രോൺ ഡിക്കേ ബ്രാക്കറ്റിൽ പോസിട്രോൺ ആണെന്നിരിക്കുന്നത്. ഡിക്കേ ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് 12C, കാർബൺ 12 ആയിട്ട് മാറും അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, which decays to ground state with emission of 4.43 MeV. അപ്പോൾ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ 4.43 MeV എനർജി റിലീസ് ചെയ്യും, ഗാമാ റേ. കാൽക്കുലേറ്റ് ദ മാക്സിമം KE ഓഫ് ദി ബീറ്റ പാർട്ടിക്കിൾ. മാസ് ഓഫ് 12N ഈസ് 12.0186134. Mass of carbon is not given, that you know, 12.00 etc. So the case is positive emission. The equation 7 and 12 gives 6012 plus E positive. E positive is positron plus nu. The Q value in this case is given by M of nitrogen 12 minus M of mass 12 minus 2 the mass of electron. ഒരു 2 കുറക്കണം ഇവിടെ ഇക്വേഷൻ ക്യൂ വാല്യൂ കാണുമ്പോൾ. നമ്മൾ ആക്ച്വലി ബീറ്റ എമിഷനിലും ഇലക്ട്രോണിക് ക്യാപ്ചറിലും അവസാനമുള്ള 2 ഇല്ല. ഇവിടെ എന്തുകൊണ്ട് ഈ -2 ഇലക്ട്രോണിൻ്റെ മാസ് എന്തുകൊണ്ട് കുറക്കണം എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതായത് ഇലക്ട്രോൺ എമിഷനിൽ ഇലക്ട്രോൺ റൈസിൽ വരുമ്പോൾ ഇലക്ട്രോൺ എമിഷനിൽ ഇക്വേഷൻ പറയുമ്പോൾ ആ ന്യൂക്ലിയസിൽ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാതെ വരികയാണെങ്കിൽ, ഇലക്ട്രോൺ എമിഷനിൽ ഇലക്ട്രോൺ ഇല്ലാതെ വരികയാണെങ്കിൽ അവിടെ എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ് ഡിഫറൻസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എനർജി കുറയ്ക്കേണ്ടി വരും. ഇനി പോസിറ്റീവ് എമിഷൻ, അപ്പോൾ ഇലക്ട്രോൺ എമിഷൻ
ഇലക്ട്രോൺ ഇല്ലാത്ത കേസ് പിന്നെ പോസിറ്റീവ് എമിഷൻ. അപ്പോൾ 2 ഇലക്ട്രോൺ മാസുകൾ വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് എമിഷനിൽ ട്വൈസ് ദ മാസ് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പോസിട്രോൺ എമിഷനിൽ ക്യൂ വാല്യൂ കാണുമ്പോൾ ഇക്വേഷൻ എം ഓഫ് പാരന്റ് ന്യൂക്ലിയസ് മൈനസ് എം ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ് മൈനസ് 2me. ആക്ച്വൽ ഇലക്ട്രോൺ എമിഷനിലും ഇലക്ട്രോൺ ക്യാപ്ചറിലും ഈ 2me അവസാനത്തെ മൈനസ് 2me കാണില്ല എന്ന് ഓർക്കുക ക്യൂ വാല്യൂ. എന്നാൽ ഇവിടെ പോസിറ്റീവ് എമിഷൻ ആയതുകൊണ്ട് അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൗണ്ടർ പാർട്ടിക്കിളാണ്. ആ പോസിറ്റീവ് എമിഷനിൽ ഈ മൈനസ് 2me കൂടി കുറച്ചിട്ടാണ് നമ്മൾ ക്യൂ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ബീറ്റ എമിഷൻ ആണെങ്കിൽ നമുക്കിവിടെ പിന്നെ ഈ ഇലക്ട്രോണിൻ്റെ മാസ് കൊടുക്കണ്ട. ബീറ്റ ഇല്ലെങ്കിൽ ഒരു മൈനസ് ഇലക്ട്രോണിൻ്റെ മാസ് കൊടുക്കേണ്ടി വരും ഈ എനർജി കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ പോസിറ്റീവ് എമിഷൻ ആകുമ്പോൾ 2 എണ്ണം വരും. അതായത് ഒരു ഇലക്ട്രോൺ പിന്നെ ഇലക്ട്രോണുകളുടെ കേസ് 2 എണ്ണം വരും. അപ്പോൾ അതാണ് 2me കുറയ്ക്കുന്നത്. അപ്പോൾ 2me കുറയ്ക്കുന്നത് ഈ പോസിറ്റീവ് എമിഷനിൽ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് തന്നിട്ടില്ല, അത് ടേബിൾസ് നോക്കണം. കാർബണിൻ്റെ മാസ് 12 ആണെന്ന് നമുക്കറിയാം, അത് 2 തന്നിട്ടില്ല, നമ്മൾ അത് ടേബിൾസ് നിന്നാണ് പിടിക്കുന്നത്. മറ്റേ മാസം മാത്രം, ആദ്യ മാസം മാത്രം തന്നിട്ടുണ്ട് 12.018613 മൈനസ് കാർബണിൻ്റെ മാസ് 12, 2 ഇലക്ട്രോൺ 2 × 0.000549. അപ്പം അത് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.01752 അറ്റോമിക് മാസ് യൂണിറ്റ്. അത് എനർജി ആക്കുമ്പോൾ നമുക്ക് ഇൻറ്റു 931 16.31 MeV. ഇതാണ് ക്യൂ വാല്യൂ. പക്ഷെ ഇവിടെ അതിൻ്റെ കൂടെ ഒരു ഗാമാറ എമിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തട്ടേ വന്ന് നിൽക്കും, അന്നൊരു ഗാമാറ എമിറ്റ് ചെയ്യും. ദി എമിഷൻ ഓഫ് ഗാമാറേ ഓർ ദി എനർജി ഓഫ് ഗാമാറ എമിറ്റഡ് ഈസ് 4.43 MeV. അപ്പോൾ ഗാമാറ സെപ്പറേറ്റ് ഒരു എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 4.43 MeV ആണ്. അത് കുറക്കണം ഇതിനകത്തുനിന്ന്. ദെർഫോർ എനർജി ഓഫ് ബീറ്റ പാർട്ടിക്കിൾ ബീറ്റ പ്ലസ് ദാറ്റ് ഈസ് പോസിട്രോണിൻ്റെ എനർജി എന്താണ്? അത് 16.31 നിന്ന് ഈ കാണുന്ന 4.43 കുറക്കണം. അപ്പോൾ 11.88 MeV ആൻസർ. ഇനി 1-2 ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ പഠിക്കാം. ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന റേഡിയോ ഐസോട്ടോപ്സ്. എ റേഡിയോ ഐസോട്ടോപ്പ് ഈസ് എ റേഡിയോആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനാണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. സം ഓഫ് ദി റേഡിയോ ഐസോട്ടോപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് are the products of natural decay, as in the case of uranium decay series. ഇപ്പോൾ യുറേനിയം ഡിക്കേക്ക് ഉണ്ടാകുമ്പോൾ കുറേ പുതിയ ന്യൂക്ലിയസ് ഉണ്ടാകും. അവ പലതും റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. റേഡിയോ ഐസോട്ടോപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. റേഡിയോ ഐസോട്ടോപ്പ് വ്യത്യസ്തമായ മാർഗത്തിലൂടെ നമ്മൾ നിർമ്മിക്കാറുണ്ട്. അവയിൽ ചിലതാണ് പറയുന്നത്. നമ്പർ 1, ബൈ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഓർ ന്യൂക്ലിയർ ബൈ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ആസ് റിയാക്ഷൻ പ്രോഡക്ട്സ്. പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ റിയാക്ഷൻ പ്രോഡക്ട്സ് ആയിട്ട് റേഡിയോ ഐസോട്ടോപ്പുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. നമ്പർ 2, ആസ് ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ് ഓർ ഡീകേ പ്രോഡക്ട്സ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇവ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ബൈ ന്യൂട്രോൺ ആക്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ട് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പുകൾ നിർമ്മിക്കാറുണ്ട്. യൂസസ്. ഈ റേഡിയോ ഐസോട്ടോപ്പിന് വളരെ കൂടി യൂസ് ഉണ്ട്. അതേതൊക്കെയാണ് റേഡിയോ ഐസോട്ടോപ്സ് യൂസസ്? ദേ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ, ആർക്കിയോളജി, ഫുഡ് പ്രിസർവേഷൻ, ഓയിൽ എക്സ്പ്ലോറേഷൻ, അഗ്രികൾച്ചർ, ക്രൈം ഡിറ്റക്ഷൻ എക്സെട്ര. വളരെ വ്യാപകമായ രീതിയിലാണ് റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുക. ഒന്ന് മെഡിസിൻ, വൈദ്യശാസ്ത്രം, പിന്നെ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫുഡ് പ്രിസർവ് ചെയ്യാൻ, ഓയിൽ എക്സ്പ്ലോറേഷൻ, എണ്ണ പരിവേഷണം, അഗ്രികൾച്ചർ കൃഷി, അതുപോലെ തന്നെ ക്രൈം ഡിറ്റക്ഷൻ, കുറ്റകൃത്യം കണ്ടുപിടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെഡിസിനിൽ എന്തൊക്കെ ഉപയോഗം?
മെഡിസിനിൽ ഏതാണ് എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഒന്നാമത്തെ യൂസ് ഇൻ മെഡിസിൻ എ ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഓവർ 1000 റേഡിയോഐസോട്ടോപ്സ് ആർ അവൈലബിൾ ഫോർ ക്ലിനിക്കൽ യൂസ്. ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിലെ ഉപയോഗത്തിന് വേണ്ടി 1000 ഐസോട്ടോപ്പുകളോളം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഒരു എക്സാമ്പിൾ പറയണം. നമ്പർ 1 ഐസോട്ടോപ്പ് 99 MTC, അത് ടെക്നീഷ്യൻ എന്ന് പറയും. ഈസ് യൂസ്ഡ് ഫോർ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പാണ് ടെക്നീഷ്യൻ 99 MTC. അടുത്ത എക്സാമ്പിൾ 31GA67 ആണ് കേട്ടോ. 67 എന്ന് വായിക്കണേ. 67 ഈസ് used as a tumor localizing agent for Hodgkin disease. Hodgkin disease എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അത് നിർണ്ണയിക്കാനായിട്ട് ഈ 31 ഗാലിയം 67 ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പെറ്റ് ടെക്നിക്, അതിനകത്ത് റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. പെറ്റ് ടെക്നിക് എന്ന് പറഞ്ഞാൽ പൊസിഷൻ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയും, അല്ലെങ്കിൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്നും പറയാറുണ്ട്. പൊസിഷൻ എമിഷൻ ടോമോഗ്രാഫി ഓർ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി, അതിനകത്ത് ഈ റേഡിയോ ഐസോട്ടോപ്പിൻ്റെ യൂസ് ഉണ്ട്. ഇതിനടുത്ത് റേഡിയോ കോബാൾട്ട് 60 എന്ന് പറയും. ഈസ് യൂസ്ഡ് ഫോർ ക്യാൻസർ ക്യൂർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പൂർ മാൻസ് റേഡിയം. അപ്പോൾ റേഡിയോ കോബാൾട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിന് വിലക്കുറവാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ പൂർ മാൻസ് റേഡിയം എന്ന് പറയും. കാരണം റേഡിയമാണ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കുള്ള ഒരു ഐസോട്ടോപ്പ്, പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. റേഡിയോ കോബാൾട്ട് നോട്ട് സോ കോസ്റ്റ്ലി, സോ ഇറ്റ് ഈസ് കോൾഡ് പൂർ മാൻസ് റേഡിയം. ഇനി ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ആർക്കിയോളജി ആൻഡ് ആർട്ട്, കലയിലും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഐസോട്ടോപ്പ് 6014 കാർബൺ 14 ഐസോട്ടോപ്പ് യൂസ്ഡ് ഫോർ C14 ഡേറ്റിംഗ് ടു ഫൈൻഡ് ദി ഏജ് ഓഫ് ഫോസിൽസിൻ്റെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ 6014 ആണ് ഉപയോഗിക്കുന്നത്. ദ ഡേറ്റ് ഓഫ് ഒറിജിൻ ഓഫ് പെയിൻറ്റിങ്സ് ഫ്ലിൻറ്റ് സ്റ്റോൺസ് എക്സെട്ര ക്യാൻ ബി estimated by radioactive dating. ഇപ്പോൾ റേഡിയോആക്റ്റീവ് ഡേറ്റിങ്ങിലൂടെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫ്ലിൻറ്റ് സ്റ്റോൺസിൻ്റെയൊക്കെ കാലപ്പഴക്കം കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ഫുഡ് പ്രിസർവേഷൻ, ആഹാര സാധനങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, ഭക്ഷ്യവസ്തുക്കൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എങ്ങനെയാ നോക്കൂ. Number 1 radiations from radioisotopes give large life for foodstuffs and hence can be preserved. അപ്പോൾ റേഡിയോ ഐസോട്ടോപ്പുമായിട്ട് ചേർത്ത് വെച്ചാൽ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് പ്രിസർവ് ചെയ്യാം ദീർഘസമയത്തേക്ക്. അടുത്ത അഗ്രികൾച്ചർ, റേഡിയോ ഐസോട്ടോപ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നിർമ്മിക്കാനായിട്ട് റേഡിയോ ഐസോട്ടോപ്പുകൾ കൃഷിയിൽ ഉപയോഗിക്കാറുണ്ട്. Geologists use radio isotopes for exploration of oil and gas. എണ്ണ വാതക പരിവേഷണത്തിന് ജിയോളജിസ്റ്റ് ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ റേഡിയോ ഐസോട്ടോപ്സ്, ഗീവ് സം ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അതതിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ചോദ്യമുണ്ട്, ന്യൂക്ലിയർ ഐസോമറിസം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഐസോമേഴ്സ് എന്താണെന്നൊരു ഷോർട്ട് ആൻസർ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതോടെ കൊടുക്കുക ന്യൂക്ലിയർ ഐസോമർ. അപ്പോൾ ഈ ന്യൂക്ലിയസിന് തന്നെ വ്യത്യസ്തമായ എനർജി സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഉയർന്ന എനർജി സ്റ്റേറ്റിലിരിക്കുന്ന ഈ ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഐസോമർ.
Nucleoisomer is a metastable state of an atomic nucleus caused by the excitation of one or more of its nucleons. അപ്പോൾ ന്യൂക്ലിയോൺസ് എക്സൈറ്റ് ചെയ്താൽ നമുക്ക് എക്സൈറ്റഡ് ന്യൂക്ലിയൻസ് ഉള്ള ന്യൂക്ലിയസ് എക്സൈറ്റഡ് ന്യൂക്ലിയസ് കിട്ടും. ആ എക്സൈറ്റഡ് ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഐസോമർ. ഇപ്പോൾ 6C13 പറഞ്ഞാൽ അതിന് കൂടുതലും 6C13 സ്റ്റാർ എന്ന് പറയും. അപ്പോൾ 6C13 സ്റ്റാറിന് ഒരു ഉയർന്ന എനർജി തലമായിരിക്കും അതിലെ ന്യൂക്ലിയൻ ഉള്ളത്. അന്നേരം 6C13ഉം 6C13 സ്റ്റാറും ന്യൂക്ലിയർ ഐസോമർ എന്ന് പറയും. ഉയർന്ന എനർജി തലത്തിൽ ന്യൂക്ലിയസ് ഇരിക്കുകയാണെങ്കിൽ അതിനെ ന്യൂക്ലിയർ ഐസോമർ എന്ന് പറയും. അല്ല, ഈ ഫിനോമിനെ ന്യൂക്ലിയർ ഐസോമറിസ് എന്ന് പറയും. Nuclear isomer is a metastable state of an atomic nucleus caused by the excitation of one or more of its nucleons. Metastable means unstable. Metastable states describes an unstable excited state with half-lives 100 to 1000 times longer than the half-lives of the excited nuclear state. അപ്പോൾ എക്സൈറ്റഡ് ന്യൂക്ലിയർ സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അൺസ്റ്റേബിൾ ആണ്. പക്ഷെ അവിടെ ലൈഫ് ടൈം ആ എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാൾ കൂടുതലാണ്, 100 1000 മടങ്ങ് കൂടുതലാണ് ഈ ന്യൂക്ലിയസിൻ്റെ. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാൾ ലൈഫ് ടൈം കൂടുതലായിരിക്കും ഈ ന്യൂക്ലിയസിനുള്ളത്. The gamma decay from a stable state is referred to as അവിടെ ഒരു വാക്ക് മാറിപ്പോയി. The gamma decay from a stable state is referred to as isomeric transition. Isomeric transition അവിടെ അമേരിക്കൻ ട്രാൻസ്ലേഷൻ എന്നല്ല, ഐസോമറിക് ട്രാൻസിഷൻ. സ്പെല്ലിങ് എൻ്റർലി വാക്കുകൾ മാറിപ്പോയി. ദ ഗാമ ഡിക്കേ ഫ്രം എ സ്റ്റേബിൾ സ്റ്റേറ്റ് റെഫർഡ് ടു ആസ് ഐസോമറിക് ട്രാൻസിഷൻ. You correct it. Isomeric transition. The first nuclear isomer decay system U22UZ was discovered by Otto Hahn in 1921. ആദ്യത്തെ ഒരു ന്യൂക്ലിയർ ഐസോമറിക് ട്രാൻസിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ ആണ് 1921. അത് U22UZ യുറേനിയത്തിൻ്റെ ഒരു ട്രാൻസിഷനാണ് ആദ്യമായിട്ട് ന്യൂക്ലിയർ ഐസോമറിക് ട്രാൻസിഷനായിട്ട് ഓട്ടോ ഹാൻ കണ്ടുപിടിച്ചത്. That is all with your 23rd lecture on nuclear and particle physics, and in the next class we begin the new unit. Next unit, radioactivity, is complete with this class. Next class we start another next unit. Thank you very much.